തങ്കമണി ബസ് സ്റ്റാൻഡിനായി കാമാക്ഷി പഞ്ചായത്ത് ഏറ്റെടുത്ത് പൊളിച്ചുമാറ്റിയ കെട്ടിടത്തിന്റെ നിർമ്മാണ സാമഗ്രികൾ അനധികൃതമായി വിൽപ്പന നടത്തിയതായി ആരോപണം. ആവശ്യമായ പരസ്യം നൽകി ലേലം ചെയ്ത് വിൽപ്പന നടത്തേണ്ടിയിരുന്ന വസ്തുക്കളാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ സ്വകാര്യ വ്യക്തികൾക്ക് വിൽപ്പന നടത്തി പഞ്ചായത്തിന് വൻ നഷ്ടം വരുത്തിയതെന്നാണ് ആരോപണമുയരുന്നത്. കാമാക്ഷി ഗ്രാമപഞ്ചായത്താണ് ആസ്ഥാനമായ തങ്കമണി ടൗണിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ സ്വകാര്യ വ്യക്തികളിൽ നിന്നും സ്ഥലം ഏറ്റെടുത്തത്. ഇവിടെയുണ്ടായിരുന്ന കെട്ടിടങ്ങൾ പഞ്ചായത്ത് പൊളിച്ചു നീക്കി. എന്നാൽ പൊളിച്ചു നീക്കിയ കെട്ടിടത്തിൽ നിന്നും പുനരുപയോഗത്തിന് സാധ്യമായ നിർമ്മാണ വസ്തുക്കളാണ് ലേലം ചെയ്തു നൽകാതെ സ്വകാര്യ വ്യക്തികൾക്ക് തുച്ഛമായ തുകയ്ക്ക് നൽകിയതെന്നാണ് ആരോപണമുയരുന്നത്. ഭരണകക്ഷിയിലെ ചിലരുടെ താൽപ്പര്യങ്ങൾക്ക് പഞ്ചായത്ത് ഭരണസമിതിയും കൂട്ടുനിന്നതോടുകൂടി പഞ്ചായത്തിന് ലഭിക്കേണ്ടിയിരുന്ന വരുമാനമാണ് നഷ്ടമായത്. ആസ്ബറ്റോസ്, ഒറാലിയം ഷീറ്റുകൾ, ഷട്ടറുകൾ, കരിങ്കല്ലുൾപ്പെടെയുള്ള നിർമ്മാണ വസ്തുക്കളാണ് ലേലം ചെയ്ത് വിൽക്കേണ്ടിയിരുന്നത്. എന്നാൽ കരിങ്കല്ലൊഴികെ ബാക്കിയെല്ലാം ഭരണസമിതിയിലെ ചിലരുടെ ഒത്താശയാൽ സ്വകാര്യ വ്യക്തികൾക്ക് നൽകുകയായിരുന്നു. ഇതിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. അനധികൃതമായി വിൽപ്പന നടത്തിയ വസ്തുക്കൾ പിടിച്ചെടുത്ത് പുനർലേലം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമര നടപടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ഇടുക്കി DCC എക്സിക്യൂട്ടീവ് മെമ്പർ ജോസഫ് മണി പറഞ്ഞു. ഇപ്പോൾ ഈ വസ്തുക്കൾ ചില ആളുകൾ കൈവശം വെച്ചിരിക്കുകയാണ്. ഏതായാലും ആ സംഭവ സ്ഥലത്ത് സാധനങ്ങളൊന്നുമില്ല. അതേപ്പറ്റി അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് അധികൃതർ പറയുന്നത് പത്രത്തിൽ വാർത്ത കൊടുത്തിരുന്നു. അതിനുശേഷം വാർത്ത കൊടുത്തു, അല്ലെങ്കിൽ കൊട്ടേഷൻ കൊടുത്തു എന്നാണ് പറയുന്നത്. പത്രക്കാരുമായി അന്വേഷിച്ചു, പത്ര ഓഫീസുകളിൽ അന്വേഷിച്ചപ്പോൾ അങ്ങനെ കാമാക്ഷി പഞ്ചായത്തിൽ നിന്ന് മാസങ്ങളായി ഒരു കൊട്ടേഷനോ അതുപോലെ പരസ്യമോ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി പഞ്ചായത്ത് പരസ്യം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള സ്ഥലം നിൽക്കുകയാണെങ്കിൽ ആ പഞ്ചായത്ത് ഏത് പത്രസ്ഥാപനത്തിന് പരസ്യം കൊടുത്തുവെന്നോ ആ പരസ്യം കൊടുത്തതിൻ്റെ കൊട്ടേഷൻ കൊടുത്തതിൻ്റെ റെസിപ്റ്റും അതുപോലുള്ള ചെലവുകളും ഒക്കെ കാണിക്കാൻ ബാധ്യസ്ഥരാണ്. ഇത് പത്രത്തിൽ കൊടുത്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടക്കാർക്ക് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള നടപടികൾ അല്ലെങ്കിൽ അതിന് അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ വലിയ അഴിമതിയാണ് നടത്തിയിട്ടുള്ളതെന്നും ഇത് സംബന്ധിച്ച് പഞ്ചായത്ത് തല ഓംബുഡ്സ്മാൻ ഉൾപ്പെടെ പരാതി നൽകുമെന്നും മറ്റ് പൊതുപ്രവർത്തകരും പറയുന്നു. സിറ്റി വിഷൻ, ഇടുക്കി. കുമളി പഞ്ചായത്തും ആരോഗ്യവകുപ്പും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ പഞ്ചായത്തിൽ ലൈസൻസോ ഹെൽത്ത് കാർഡോ ഇല്ലാതെയും വൃത്തിഹീനമായ സാഹചര്യത്തിലും പ്രവർത്തിച്ചു വന്ന നിരവധി മാംസശാലകൾ കണ്ടെത്തിയ കടകൾക്ക് നോട്ടീസ് നൽകി. 7 ദിവസത്തിനകം എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ലൈസൻസ് നേടാത്ത കടകൾക്ക് തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകില്ലെന്ന് കുമളി പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ അറിയിച്ചു. അനധികൃത വില വർധനവിനും നടപടി സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് വ്യക്തമാക്കി. പരിശോധനയിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി മാംസ വിൽപ്പനശാലകളാണ് കണ്ടെത്തിയത്. അനധികൃതമായി വില വർദ്ധിപ്പിക്കുന്നതിനെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പരിശോധനയിൽ കുമളി പഞ്ചായത്ത് സെക്രട്ടറി അശോക് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ P. മാടസ്വാമി, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സന്തോഷ് P, രാജേഷ് AN ഇവർ പരിശോധനയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, കുമളി.